വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 14 മുതൽ 18 വരെയുള്ള തിരുവചനങ്ങൾ. പിന്നീട് അവർ 11 പേർ ഭക്ഷണത്തിന് ഇരിക്കുമ്പോൾ അവൻ അവർക്ക് പ്രത്യക്ഷപ്പെട്ടു. ഉയർപ്പിക്കപ്പെട്ട ശേഷം തന്നെ കണ്ടവരെ വിശ്വസിക്കാത്തത് നിമിത്തം അവരുടെ വിശ്വാസരാഹിത്യത്തെയും ഹൃദയ കാഠിന്യത്തെയും അവൻ കുറ്റപ്പെടുത്തി. അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കപ്പെടും. വിശ്വസിക്കുന്നവരോടുകൂടി ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും. അവർ എൻ്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കും, പുതിയ ഭാഷകൾ സംസാരിക്കും, സർപ്പങ്ങളെ കൈകളിലെടുക്കും, മാരകമായി എന്തു കുടിച്ചാലും അത് അവരെ ഉപദ്രവിക്കുകയില്ല. അവർ രോഗികളുടെ മേൽ കൈകൾ വെക്കും, അവർ സുഖം പ്രാപിക്കുകയും ചെയ്യും. വിശുകാല ഏറ്റവും പ്രിയമുള്ളവരെ, ഒക്ടോബർ മാസം 19-ാം തീയതി സഭ മിഷൻ ഞായറാഴ്ചയായിട്ട് ആചരിക്കുകയാണ്. ദ മിഷൻ സൺഡേ. നമുക്കറിയാം, സഭ അതിൽ തന്നെ ഒരു മിഷണറിയാണ്. രണ്ടാം വത്തിക്കാൻ സുനകദോസ് തന്റെ പ്രമാണരേഖയിൽ സഭ എന്ന പ്രമാണരേഖയിൽ ആദ്യമേ തന്നെ പറയുന്നു, എവറി ക്രിസ്ത്യൻ ഇസ് എ മിഷണറി. മാമോദിസായിലൂടെ അവർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ദൗത്യമാണ് മിഷണറി ദൗത്യം. അപ്പോൾ നമുക്ക് എന്താണ് മിഷണറി എന്ന് പറഞ്ഞാൽ? യേശുവിനെ സാക്ഷിക്കുക എന്നുള്ളതാണ്. യേശുവിനെ അറിയുക, യേശുവിനെ വിശ്വസിക്കുക, യേശുവിനെ സ്നേഹിക്കുക, യേശുവിനെ ആരാധിക്കുക, ആ യേശുവിനെ ലോകത്തെല്ലാവരോടും പ്രസംഗിക്കുക. ഈ മിഷൻ ഞായറാഴ്ച കർത്താവ് നമ്മൾ പറഞ്ഞ ഏറ്റവും വലിയ ദൗത്യം, എല്ലാ ക്രിസ്ത്യാനിയുടെ ഏറ്റവും വലിയ ദൗത്യം, ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കണം. എന്താണ് സുവിശേഷം? യേശു എന്ന രക്ഷകൻ ഈ ലോകത്തിലേക്ക് വന്നു, എല്ലാവരെയും എല്ലാ പാപത്തിൽ നിന്നും വീണ്ടെടുക്കുവാൻ അവൻ വന്നിരിക്കുന്നവനാണ്. മത്തായി ശ്ലീഹ തന്റെ 1-ാം അധ്യായത്തിന്റെ 21-ാം വാക്യത്തിൽ പറയും, അവൻ യേശു എന്ന് പേര് വിളിക്കണം, എന്തെന്നാൽ അവൻ തന്റെ ജനതയെ തന്റെ പാപത്തിൽ നിന്നും രക്ഷിക്കുന്നവനാണ്. അതാണ് രക്ഷയുടെ അർത്ഥം. യേശു നമ്മെ സ്നേഹിച്ചു. നാം ദൈവത്തെ സ്നേഹിക്കുന്നുള്ളതല്ല, യേശു നമ്മെ സ്നേഹിച്ചു. അതാണ് സുവിശേഷം. ദൈവം മനുഷ്യനായി ഈ ഭൂമിയിൽ പിറന്നു, 33 വർഷക്കാലം ജീവിച്ചു. അതിൽ 3 വർഷക്കാലം പരസ്യമായി ജീവിച്ചു. എല്ലാവരോടും അവൻ കരുണ കാണിച്ചു. ദുഃഖിതരെയും പീഡിതരെയും നിരാലംബരെയും രോഗികളെയും അവൻ ആശ്വസിപ്പിച്ചു. അവർക്ക് സൗഖ്യം നൽകി. പിശാചബാധിതരെ അവൻ സുഖപ്പെടുത്തി. മരിച്ചവരെ അവൻ ഉയർപ്പിച്ചു. അങ്ങനെ എല്ലാവർക്കും നന്മയായിട്ട് അവൻ ചുറ്റിക്കറങ്ങി നടന്നു. അവൻ മനുഷ്യർക്ക് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ അവൻ തന്റെ ദൗത്യത്തെക്കുറിച്ച് പറയുന്നു. കർത്താവിന്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ദരിദ്രരോട് സുവിശേഷം അറിയിക്കുവാനും, ബന്ധിതരെ മോചിപ്പിക്കുവാനും, അന്ധർക്ക് കാഴ്ച കൊടുക്കുവാനും, അടിച്ചമൃതർക്ക് വിടുതൽ കൊടുക്കുവാനും, എല്ലാവർക്കും സ്വീകാര്യമായ വത്സരം പ്രസംഗിക്കുവാനും ദൈവം എന്നെ അയച്ചിരിക്കുന്നു. ഇതാണ് രക്ഷകൻ. എല്ലാവർക്കും സ്വീകാര്യമായ വത്സരം പ്രസംഗിക്കുക. ഇത് എല്ലാ ജനതയോടും പറയണം, ലോകം മുഴുവൻ പറയണം. ക്രിസ്തു ജനിച്ചത് ഏതാനും യഹൂദന്മാർക്ക് വേണ്ടിയോ ഏതാനും ക്രിസ്ത്യാനികൾക്ക് കൊണ്ട് മാത്രമല്ല, യേശു ജനിച്ചത് എല്ലാവർക്കും വേണ്ടിയാണ്. യോഹന്നാൻ പറയും, ഏകജാതനിൽ വിശ്വസിക്കുന്ന ഒരുവൻ പോലും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ഏകജാതനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ദൈവത്തിന്റെ സ്നേഹത്തിന്റെ അടയാളമാണ് യേശു ക്രിസ്തു. ക്രിസ്തു ലോകത്തിൽ വന്നത് എല്ലാവരെയും വീണ്ടെടുക്കുവാനായിട്ടാണ്. ആദം വഴിയുണ്ടായ പാപത്തിൽ നിന്നും എല്ലാ മനുഷ്യർക്കും വിടുതൽ കൊടുക്കുവാനും രക്ഷയുടെ അനുഭവത്തിലേക്ക് അവരെ കൊണ്ടുവരുവാൻ വേണ്ടിയുമാണ് അവരെ ദൈവം ഭൂമിയിലേക്ക് വന്നത്. പ്രിയ സഹോദരങ്ങളെ, ഈ മിഷൻ ഞായറാഴ്ച നമ്മൾ എന്താ ചെയ്യേണ്ടത്? നാം ചെയ്യേണ്ട 3 കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം, ആ ലോകമാസകലമുള്ള എല്ലാ മിഷൻ പ്രവർത്തനത്തിന് വേണ്ടിയും എല്ലാ മിഷണർമാർക്ക് വേണ്ടിയും നാം പ്രാർത്ഥിക്കണം. നമുക്ക് വലിയ ഛേദമൊന്നുമില്ലാത്ത കാര്യമാണ്. ലോകത്തിന്റെ എല്ലാ മുക്കിലും മൂലയിലും എല്ലാ മനുഷ്യരിലും യേശു എന്ന രക്ഷകന്റെ സന്ദേശം എത്തണം. അത് എല്ലാ യുഗോസ്ലോവേക്കിയായാലും ചെക്കോസ്ലോവേക്കിയായാലും എല്ലാ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിലും റഷ്യയിലും ചൈനയിലും അതുപോലുള്ള എല്ലാ രാജ്യങ്ങളിലും
ഇന്ന് പീഡിപ്പിക്കപ്പെടുന്ന രാജ്യങ്ങളിലും യേശു അറിയപ്പെടണം, യേശു സ്നേഹിക്കപ്പെടണം, യേശു വിശ്വസിക്കപ്പെടണം. അത് എല്ലാ മനുഷ്യരും യേശുവിനെ അറിയണം. അങ്ങനെ അനേക ആയിരങ്ങൾ മിഷണറിമാരായിട്ട് ലോകത്തിന്റെ നാനാഭാഗത്തേക്കും പോകണം. ഈ ലോകം മുഴുവനും യേശു അറിയപ്പെടണം. അതിനുവേണ്ടി മിഷണറിമാർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കണം. ഇതാണ് നമുക്ക് ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം. എല്ലാ മിഷൻ പ്രവർത്തനത്തിന് വേണ്ടിയും നാം പ്രാർത്ഥിക്കണം. രണ്ടാമതായിട്ട് നാം ചെയ്യേണ്ട ഒരു കാര്യം, നമുക്ക് മറ്റു രാജ്യങ്ങളിലേക്ക് പോയി സുവിശേഷം പ്രസംഗിക്കുവാൻ സാധിക്കുന്നില്ല. നേരെ മറിച്ച് എവിടെയെല്ലാം സുവിശേഷ പ്രസംഗങ്ങൾ നടക്കുന്നുവോ അവിടെയൊക്കെ സുവിശേഷ പ്രസംഗങ്ങൾക്ക് വേണ്ടി, യോഗങ്ങൾക്ക് വേണ്ടി സഹായിക്കുവാൻ നമുക്ക് സാധിക്കും, വ്യക്തികളായിട്ടും പണമായിട്ടും. നമുക്കറിയാം, മാർപ്പാപ്പ തിരുമേനി ലോകമാസകലമുള്ള പാവപ്പെട്ട മനുഷ്യരെ എല്ലാ ദിവസവും 365 364 ദിവസവും സഹായിക്കുന്നവരാണ്. ഒരു ദിവസം മാത്രം ലോകമാസകലമുള്ള എല്ലാ ക്രിസ്ത്യാനികളോടും മാർപ്പാപ്പ തിരുമേനി കൈനീട്ടും. നിങ്ങൾക്കുള്ള ചെറിയ സംഭാവനകൾ മാർപ്പാപ്പായി കൊടുക്കണം. ഈ മിഷൻ ഞായറാഴ്ച നമുക്ക് എല്ലാവർക്കും ഒരു കവർ നൽകിയിട്ടുണ്ട്. ആ കവറിൽ നമുക്ക് കൊടുക്കാവുന്ന പരമാവധി തുകയിട്ട് മിഷൻ പ്രവർത്തനത്തിന് വേണ്ടി കൊടുക്കുവാനുള്ള ബാധ്യതയാണ്. പ്രാർത്ഥിക്കുന്നതോടൊപ്പം പ്രവർത്തിക്കുവാൻ നമുക്ക് സാധിക്കും. കഴിവിനത്ത് നമ്മുടെ സുവിശേഷ പ്രസംഗത്തെ, സുവിശേഷ പ്രഘോഷണത്തെ സഹായിക്കുവാൻ നമുക്ക് കഴിയണം. നമ്മുടെ കൊച്ചു കേരളത്തിൽ ഒരുപാട് ധ്യാന കേന്ദ്രങ്ങളുണ്ട്, ഒരുപാട് സുവിശേഷ പ്രഘോഷണ വേദികളുണ്ട്. അവിടെയൊക്കെ നമുക്ക് സാന്നിധ്യം കൊണ്ട്, പ്രാർത്ഥന കൊണ്ട്, സഹായം കൊണ്ട്, സഹകരണങ്ങൾ കൊണ്ട് സഹായിക്കുവാനായിട്ട് സാധിക്കും. നമ്മൾ ഉപേക്ഷ വിചാരിക്കരുത്, മറിച്ച് ദൈവം നമുക്ക് നൽകുന്ന വലിയ അവസരങ്ങളാണെന്ന് തിരിച്ചറിയുവാനായിട്ട് നമുക്ക് സാധിക്കും. മൂന്നാമതായിട്ട് പ്രിയ സഹോദരങ്ങളെ, നാം പ്രാർത്ഥിക്കേണ്ട വേറൊരു വിഷയമാണ്, അനേകം വൈദികരുണ്ടാകണം, അനേകം സന്യസ്തരുണ്ടാകണം, അനേകം സുവിശേഷ പ്രഘോഷകരുണ്ടാകണം. എന്ന് പറഞ്ഞാൽ ദൈവവിളി വർദ്ധിക്കുവാനായിട്ട് നാം ധാരാളമായിട്ട് പ്രാർത്ഥിക്കണം. പണ്ടൊക്കെ നമ്മുടെ വീടുകളിൽ 3, 4, 5, 6 ഒക്കെ മക്കളുണ്ടായിരുന്നപ്പോൾ ദൈവവിളിക്ക് വേണ്ടി പോകുവാനായിട്ട് കുട്ടികളെ കിട്ടുമായിരുന്നു. ഇന്ന് നമ്മുടെയൊക്കെ വീടുകളിൽ മക്കളില്ലാത്തൊരവസ്ഥയാണ്, ഒരാളോ 2 പേരൊക്കെ മാത്രമുള്ള അവസ്ഥകളാണ്. അപ്പോൾ പലപ്പോഴും നമുക്ക് ദൈവവേലയ്ക്കായിട്ട് മക്കളെ കൊടുക്കുവാനായിട്ട് പ്രയാസമാണ്. ബോധപൂർവ്വം മാതാപിതാക്കൾ ഞങ്ങൾ വിവാഹം കഴിക്കുമ്പോൾ തന്നെ പ്രാർത്ഥന തുടങ്ങണം, നമ്മുടെ കുഞ്ഞുങ്ങളിൽ ഒരാളെങ്കിലും വൈദികനാകുവാൻ, ഒരാളെങ്കിലും സന്യാസിനാകുവാൻ, ദൈവവേലയ്ക്ക് വേണ്ടി പുറപ്പെടുവാൻ. വിശുദ്ധരായ വൈദികര്, വിശുദ്ധരായ സന്യസ്തര് നമുക്കുണ്ടായെങ്കിൽ മാത്രമേ നമുക്ക് ലോകം മുഴുവനും സുവിശേഷം പ്രസംഗിക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇവിടെ കൊച്ചു കേരളത്തിൽ എത്രയോ ദേവാലയങ്ങളുണ്ട്. എല്ലാ ദേവാലയങ്ങളിൽ പോലും വൈദികരെ ലഭ്യമല്ല. ഭാരതത്തിന്റെ അനേക സന്ദർഭ സ്ഥലങ്ങളിൽ പോലും വൈദികർ ലഭ്യമാകാത്ത സ്ഥലങ്ങളുണ്ട്. അനേകം ദൈവവിളികൾ ആവശ്യമുണ്ട്. ഈ ഒരു ബോധ്യം നമുക്കുണ്ടാകണം. നമ്മുടെ കുടുംബങ്ങളിൽ നിന്നാണ് ദൈവവിളി ഉണ്ടാകേണ്ടത്. നാം പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചെങ്കിലേ, നാം പ്രത്യേകമായിട്ട് പരിശ്രമിച്ചെങ്കിൽ മാത്രമേ ദൈവവിളി ധാരാളമായിട്ടുണ്ടാകത്തുള്ളൂ. അതുകൊണ്ട് ഈ മിഷൻ ഞായറാഴ്ച എല്ലാ മിഷനു വേണ്ടിയും പ്രാർത്ഥിക്കുക, എല്ലാ മിഷനെയും സഹായിക്കുക, ധാരാളം ദൈവവിളി ഉണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മുടെ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടി, നമ്മുടെ എല്ലാ വൈദികർക്ക് വേണ്ടി, നമ്മുടെ എല്ലാ സന്യസ്തർക്ക് വേണ്ടിയും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കണം. നമുക്ക് ആവശ്യം ആളുകളുടെ നമ്പരല്ല, മറിച്ച് വിശുദ്ധരായ വൈദികരെയാണ്, വിശുദ്ധരായ സന്യസ്തരെയാണ്, യേശുവിനെ അനുഗമിക്കുന്ന, യേശുവിനെ അനുസരിക്കുന്ന, യേശുവിന്റെ ഉത്തമരായ പുരോഹിതരെയാണ്, പുരോഹിത സന്യസ്തരെയാണ് നമുക്ക് ഇന്ന് ആവശ്യം. മനുഷ്യർ ബലഹീനരാണ്, അവർ ബലഹീനതകളുണ്ട്, പല കുറവുകൾ സംഭവിക്കും. പക്ഷേ ദൈവജനത്തിന്റെ പ്രാർത്ഥന അവരെ വിശുദ്ധിയിലേക്ക് നയിക്കുവാൻ സാധിക്കും. നമുക്കറിയാം, പുറപ്പാടിന്റെ പുസ്തകത്തിന് 18-ാം അധ്യായത്തിൽ അമേലിക്യരോട് യുദ്ധം ചെയ്യുമ്പോൾ മോശ തന്റെ കൈകൾ ഉയർത്തി പ്രാർത്ഥിച്ചു. തന്റെ കൈകൾ ഉയർത്തി പ്രാർത്ഥിച്ചപ്പോൾ അമേലിക്യരുടെ യുദ്ധത്തിൽ ഇസ്രായേൽ ജനത്തിന് ധാരാളം വിജയങ്ങൾ ലഭിച്ചു എന്ന് പറയുന്നുണ്ട്. ദൈവത്തിന്റെ ജനം മുട്ടിന്മേൽ നിന്ന് കൈകൾ ഉയർത്തി തങ്ങളുടെ വൈദികർക്ക് വേണ്ടി, തന്റെ സന്യസ്തർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ നല്ല വിശുദ്ധരായ വൈദികരെയും വിശുദ്ധരായ സന്യസ്തരെയും നമുക്ക് കിട്ടും. യാതൊരു സംശയക്കാര്യത്തിലില്ല. തഥാ രാജ തഥാ പ്രജ എന്നാണ്. എങ്ങനെയിരിക്കുന്ന പുരോഹിതർ അങ്ങനെയായിരിക്കും ദൈവത്തിന്റെ ജനം. എങ്ങനെയാണോ ദൈവത്തിന്റെ ജനം അങ്ങനെയാണോ പുരോഹിതർ. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് വിശുദ്ധരായ പുരോഹിതന്മാരെ ലഭിക്കും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. ഈ മിഷൻ ഞായറാഴ്ച നമുക്ക് ലോകമാസങ്ങളെല്ലാം മിഷൻ പ്രവർത്തനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. കഴിവനുസരിച്ച് മിഷൻ പ്രവർത്തനത്തെ സഹായിക്കാം. ധാരാളം ദൈവവിളി ഉണ്ടാകുവാനും നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ വീട്ടിൽ നിന്നും ഒരു ദൈവവിളിയെങ്കിലും ഉണ്ടാകുവാനായിട്ട് പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം മിഷൻ പ്രവർത്തനങ്ങളെല്ലാം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിനെല്ലാത്തിനും
ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം സമൃദ്ധമായിട്ടുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ ആമീൻ.